അവരായിട്ട് ഇത്ര കഷ്ടപ്പെട്ട് ഇളക്കി തന്ന മണ്ണല്ലേ, നമ്മളങ്ങ് കോരിയെടുത്തേക്കാന്നേ. നമ്മുടെ പണി പകുതി അവരായിട്ടൊക്കെ കുറച്ചും തന്നു. നല്ല വളം, ഇത് നല്ലപോലെ മണ്ണരയൊക്കെ ഓടുന്നുണ്ട്. കംപ്ലീറ്റ് പച്ചക്കറികളാണ് ഇതിനകത്തുള്ളത്. ആ വേസ്റ്റ് മുഴുവൻ കൂടെ കിടന്ന് നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ദ്രോഹം ചെയ്തതാണെങ്കിലും അത് നമുക്ക് ഉപകാരമായി മാറി. ഉപദ്രവം ചെയ്യുന്നതെന്ന് നമ്മൾ കരുതുന്ന പലരും ചില കാര്യങ്ങളും നമുക്ക് ഉപകാരികളുമാകാം. അങ്ങനെ ഒരു ഉപകാരമാണ് ഇപ്പം നടന്നത്. ഇത് നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പ് 4 എണ്ണമാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മുടെ ഫുഡ് വേസ്റ്റിൻ്റെ ബയോഗ്യാസിലിടാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം നമ്മൾ ഇതിലാണ് കൊണ്ടുവന്നിടുന്നത്. ഓരോ പൈപ്പ് നിറയുന്നതനുസരിച്ച് നമ്മൾ അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ടോ നിറയുന്ന പൈപ്പിനെ അവിടെ മൂടി വയ്ക്കും. ഈ മൂടി വയ്ക്കുന്ന പൈപ്പേ 2 അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോഴേക്കും നല്ല വളമായിട്ട് കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു സൂപ്പർ വളമാണ്. എലിക്കുട്ടന്മാരെ എന്നും ചീത്ത പറയും, പക്ഷെ ചില കാര്യങ്ങളിൽ അവർ നമുക്ക് ഉപകാരവും ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. നമ്മളായിട്ട് അധികം ജോലി ചെയ്യാതെ പൈപ്പ് ഇളക്കി മാറ്റാതെ അവന്മാരായിട്ട് ഇതാണ്ട് നല്ല കമ്പോസ്റ്റ് മണ്ണിനെയെല്ലാം വെളിയിലിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ പൈപ്പുകളൊക്കെ അടുക്കള വശത്ത് മണ്ണിൽ തന്നെയാണ് കുഴിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൂടി വെച്ചിരിക്കുന്ന പൈപ്പിൻ്റെ അടിയിലേക്ക് നമ്മുടെ എലിക്കുട്ടന്മാർ വന്ന് തുരന്ന് അകത്ത് കയറും. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ട്. ദേ അങ്ങനെ കയറിയ ഒരു സ്ഥലമാണിത്. കൂടെ പുള്ളി പൈപ്പും തുറന്ന് നശിപ്പിച്ച് കളയും. പക്ഷേ ഇന്ന് പുള്ളിയുടെ ഈ തുരപ്പ് നമുക്കൊരു ഉപകാരമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ എലിപ്പെട്ടി കളിച്ച് വെച്ചിരുന്നു കേട്ടോ. അതെ, ഈ കമ്പോസ്റ്റ് പൈപ്പിൻ്റെ പുറകിലായിട്ട് വെച്ചിരുന്നു. പക്ഷേ ബുദ്ധിമാനായ നമ്മുടെ എലി അവിടെ ഒന്നും നോക്കാതെ ഇപ്പുറത്ത് വന്ന് ഇതിലേ തന്നെ കയറി അകത്തുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നമ്മളായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ നമുക്ക് കുറച്ച് നല്ല കമ്പോസ്റ്റ് മണ്ണ് കിട്ടിയിട്ടുണ്ട്. അതും എന്താ, നമ്മുടെ പൈപ്പ് കമ്പോസ്റ്റ് എന്നുള്ളത്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ മണ്ണാണെങ്കിലും കുറച്ച് കല്ലൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി, കാരണം അവർ കുറേയേറെ ജോലി ചെയ്ത് നമുക്ക് വേണ്ടി തന്നതല്ലേ. ഈ കല്ലുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടി ആഡ് ചെയ്യാം. ദേ, ഇത് നമ്മുടെ വേപ്പും പിണ്ണാക്കാണ്. വേപ്പും പിണ്ണാക്ക് എപ്പോഴും നല്ലതാണല്ലോ. കൂടുതൽ ഇൻഫെക്ഷൻ കൺട്രോളിനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ വേപ്പും പിണ്ണാക്ക്. ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മുടെ ഇത്രയുണ്ട് കേട്ടോ. വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഇത്ര സാധനം കിട്ടി. ദേ ഇത്രയും കല്ല് നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വളം അവർക്കിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെയാണ്. എല്ലാവർക്കും കുറച്ച് ഇത് ഇട്ട് കൊടുത്തു. ഇതിൽ കൂടുതൽ നല്ല വളം എവിടെ കിട്ടാനാ? വളമിട്ട് കൊടുത്തതല്ലേ, എല്ലാവർക്കും വെള്ളം ഒഴിച്ചു വെച്ചു. അങ്ങനെ ഇന്നത്തെ വളവിടിയിലും വെള്ളമൊഴിക്കലും ഒറ്റയടിക്ക് കഴിഞ്ഞു.